ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രെഡ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ലതുപോലെ ഇഷ്ടമാവും. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഒരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് ബ്രെഡാണ്. അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ 6 ബ്രെഡ് എടുത്തിട്ടുള്ളത്. ഇച്ചിരി വലിയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ 4 ബ്രെഡ് മതിയാവും. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 കപ്പ് പാലിന് നമ്മൾ 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർക്കണം. കൂടെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി എല്ലാം ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആവശ്യമുള്ളവരൊന്ന് കണ്ടേക്കണം. 1/2 കപ്പ് അളവിലാണ് ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. അതും ചേർക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ വാനില എസൻസ് ചേർക്കുമ്പോഴത്തേക്ക് ആ മുട്ടയുടെ മണമൊക്കെ അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഇനി ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒന്നും കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാവും. എന്നാൽ ശരി, ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നല്ല സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടുന്നത്. എന്നാൽ ശരി, ഞാനിത് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഞാനിപ്പോൾ മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ലിറ്റർ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2.5 കപ്പ് അളവിലാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ചൈന ഗ്രാസ് ആണ്. ഞാനിപ്പോൾ ഒരു 10 ഗ്രാം അളവിൽ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. അതാകുമ്പോഴത്തേക്കും പെട്ടെന്നൊന്ന് അലിഞ്ഞിട്ട് കിട്ടും. അതിൻ്റെ പേരിലാണ്. ഒരുപാട് റെസിപ്പിയെല്ലാം തയ്യാറാക്കിയ ടൈമിൽ ചൈന ഗ്രാസ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ വീണ്ടും അത് പറയുന്നില്ല. അതുകൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര കൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു ബ്രെഡിൻ്റെ കൂടെ. പക്ഷേ അത്രയും മധുരം തികയില്ല. അതിൻ്റെ പേരിലാണ് ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. അപ്പോഴത്തേക്കും ഈ ചൈന ഗ്രാസ് എല്ലാം നല്ലതുപോലെ മെൽറ്റായിട്ട് അതിൽ തന്നെ അലിഞ്ഞിട്ടുണ്ടാവും. ഒരു 2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചൈന ഗ്രാസ് എല്ലാം ഇപ്പോൾ നല്ലതുപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം മാത്രമായിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബ്രെഡിൻ്റെ മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷമേ നമ്മൾ ഈ ബ്രെഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറാണ്. അപ്പോൾ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് നെയ്യ് ചേർത്താലും മതിയാവും. നെയ്യാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാവും. ഫ്ലെയിം അപ്പോഴേ ഒന്ന് സിമ്മിൽ വെച്ചിരുന്നാൽ മതിയാവും. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇത് തിളപ്പിച്ചെടുക്കരുത്. ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാവും. നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കേണ്ടത് അൺസോൾട്ടഡ് ബട്ടറാണ്. ഉപ്പുള്ള ബട്ടർ ചേർക്കരുത്. ഇപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത ബട്ടറും നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ നല്ലൊരു സോഫ്റ്റായിട്ടുണ്ടാകും ഈ സ്വീറ്റ്. അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇത് ഇത്രയും മതിയാവും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു 3 ബൗളിലേക്ക് നമുക്ക് ഒരേ ലെവലിൽ ഇതൊന്ന് ഒഴിച്ചു മാറ്റാം. ഞാനിപ്പോൾ അത് ഇതുപോലെ 3 ബൗളിലേക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമുക്കിഷ്ടമുള്ള ഫ്ലേവർ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറാണ്. നമുക്കിത് കടകളിൽ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നമുക്കിതിലേക്ക് ചേർക്കാം. പക്ഷേ ഈ ഫ്ലേവർ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ സെപ്പറേറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരെ ഡയറക്റ്റായിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചാൽ മതിയാവും. ഞാനിപ്പോൾ ഈ ഫ്ലേവർ ഓരോ ബൗളിലേക്കായിട്ട് ചേർക്കുകയാണ്. അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ ഒരു ബൗളിലേക്ക് ചേർക്കാം.
നമുക്ക് എത്ര മാത്രമാണോ ഫ്ലേവർ ആവശ്യം അതിനനുസരിച്ചിട്ട് നമ്മളിത് ചേർത്ത് കൊടുത്തേക്കണം. അതുപോലെ തന്നെ മറ്റൊന്നിലേക്ക് സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പിസ്തയുടെ ഫ്ലേവർ ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അത് നമുക്ക് ചേർക്കാം. ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് ഞാനിപ്പോൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് മൂന്നുമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ഫ്ലേവറൊക്കെ ചേർക്കുന്നത് നല്ല ചൂടോടെ വേണം ചേർക്കാനായിട്ട്. തണുത്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് സെറ്റായിട്ട് പോകും, അതിൻ്റെ പേരിലാണ്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിന് മുകളിലായിട്ട് വീണ്ടും നമ്മൾ ഏതൊക്കെ ഫ്ലേവറാണോ ചേർത്തത് അതിൽ 1-2 ഡോട്ട് ഫ്ലേവർ കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ആ സ്റ്റിക്ക് വെച്ച് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് വിടണം. അപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ഡിസൈനിൽ നമുക്കത് കിട്ടും. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. 1 മണിക്കൂർ നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, നമ്മളിത് പുറത്ത് വെച്ചിരുന്നാലും മതിയാവും. റൂം ടെമ്പറേച്ചറിലാവുമ്പോഴത്തേക്കും ഇത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത്. എന്നാൽ ശരി, നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതിപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്, നല്ലതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് സെറ്റായിട്ട് കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബ്രെഡ് സ്വീറ്റ് പുഡിങ് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇതുപോലെ സ്വീറ്റൊക്കെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഇതുപോലെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും ഇത്. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.